ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് എന്നും കൂട്ടാനും കറിയൊക്കെ വെച്ചാൽ മതിയോ? വല്ലപ്പോഴൊക്കെ സ്നാക്സും ഉണ്ടാക്കണ്ടേ? ഇന്നൊരു സ്നാക്സ് ആയാലോ? ഞാൻ ഉള്ളിവടയാണ് ഉണ്ടാക്കുന്നത്. തീർത്തും സ്പെഷ്യലാണ്, വെറൈറ്റിയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ലൈക്ക് സബ്സ്ക്രൈബും ചെയ്യുക. എൻ്റെ അവതരണം നിങ്ങൾക്ക് ഇഷ്ടമായാൽ അത് കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. ഞാൻ ഇവിടെ 2 വലിയ സവാള എടുത്തിട്ടുണ്ട്. സവാള ചെറുതായി അരിഞ്ഞത്. അതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. 2 ടേബിൾ സ്പൂൺ നിറയെ കടലമാവ് ഇടാം. 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ഇടാം. 1/4 ടീസ്പൂൺ ഗരം മസാല. സാധാരണ ഉള്ളിവടയ്ക്ക് പെരുംജീരകമാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഗരം മസാല ഇട്ടാണ് ഉണ്ടാക്കുന്നത്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇത് നല്ലതുപോലെ കുഴച്ചെടുക്കണം. മുട്ടയെല്ലാം നല്ല മിക്സായി വരുന്ന രീതിയിൽ മുട്ടയും മസാലയും സവാളയായിട്ട് നല്ലതുപോലെ മിക്സായി വരുന്ന രീതിയിൽ നന്നായി ഒന്ന് കുഴച്ചെടുക്കണം. ഞാൻ ദാ ഇവിടെ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. പക്ഷേ കയ്യിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ഉരുട്ടി നോക്കിയപ്പോൾ നന്നായി ഉരുണ്ട് വരുന്നില്ല. അതുകൊണ്ട് ഞാൻ 1 ടേബിൾ സ്പൂൺ കടലമാവ് കൂടെ ഇതിലേക്കിട്ട് വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ പാകത്തിന് വന്നിട്ടുണ്ട്. എൻ്റെ കുഞ്ഞുകാലത്തിലെല്ലാം ഉള്ളിവട എന്ന് പറയുമ്പോൾ നല്ല ഉരുണ്ടാണ് ഇരിക്കും. ഇപ്പോഴത്തെ ഉള്ളിവടയൊക്കെ നല്ല ചപ്പിയിരിക്കും. എന്തായാലും നമുക്ക് ഇപ്പോഴത്തെ ഉള്ളിവട തന്നെ ഉണ്ടാക്കാം കേട്ടോ. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ഒന്ന് ചൂടായി വരുമ്പോൾ ഞങ്ങൾ കുഴച്ച് വെച്ചിരിക്കുന്ന സവാളയൊക്കെ ഇല്ലേ, അതിനെ കയ്യിലേക്ക് ചെറിയ ഉരുളകളാക്കി എടുത്ത് അതിനെ നന്നായി ഒന്ന് ചപ്പിച്ച് ഈ ചൂടായ എണ്ണയിലോട്ടിടാം. അങ്ങനെ ഞാൻ ഒരു സ്റ്റെപ്പ് 4 ഉള്ളിവട ഉണ്ടാക്കുന്നുണ്ട്. ഇതാ 4 ഉള്ളിവടയും ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലെ നല്ലതുപോലെ മൊരിഞ്ഞ് ഒരു സൈഡ് വന്നതിന് ശേഷം ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് അവിടെയും നല്ലതുപോലെ മൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉള്ളിവട കോരിയെടുക്കാം. ഇങ്ങനെ 3 സ്റ്റെപ്പായിട്ട് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളിവട ഇവിടെ തയ്യാറാണ്. സൂപ്പർ ടേസ്റ്റാണ്, ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്, സ്പെഷ്യൽ ഉള്ളിവടയാണ്. എല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇനി ഈ സപ്പോർട്ട് മുന്നോട്ടുണ്ടാകും എന്ന പ്രതീക്ഷയോടെ വീഡിയോ നിർത്തുന്നു. താങ്ക് യു.